ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. ഞാൻ പാലക്കാടാണുള്ളത്. ഇന്നലെയാണ് എത്തിയത്. അപ്പോൾ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ വി.എസ്. അച്യുതാനന്ദൻ സാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പാലക്കാട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേവിംഗ് ആണ് ചില കാര്യങ്ങളോട്. അതിലേക്കുള്ള യാത്രയാണ്. പിറ്റേ ദിവസം തന്നെ ഞാൻ എൻ്റെ പേടകം വിളിച്ച് വരുത്തി യാത്ര ആരംഭിച്ചു. മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മീൻചട്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹം. ഫസ്റ്റ് തന്നെ ബിസ്മി അപ്ലയൻസിലേക്ക് പോയി. അവിടെ ചെന്ന് ഞാൻ മീൻചട്ടി ഒരെണ്ണം സെലക്ട് ചെയ്ത് വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതെങ്ങനെ മയക്കിയെടുക്കണം എന്ന് എനിക്കറിയില്ല. ഞാൻ 1-2 ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് വേണം മീൻകറി വെക്കാൻ. അപ്പോൾ ഞാൻ മീൻകറി വെക്കുന്ന ഒരു വ്ളോഗുമായിട്ട് ഞാൻ പിന്നീട് വരുന്നതായിരിക്കും. അങ്ങനെ ഷെൽഫിലൂടെയൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ തന്നെ ഒരു സുഖമല്ലേ. ബില്ലിങ്ങിൻ്റെ സെക്ഷൻ എത്തിയപ്പോൾ ഇഷ്ടംപോലെ സ്പൈസസിൻ്റെ വെറൈറ്റീസ്. പിന്നെ അതിനും കുറച്ചൊക്കെ വാങ്ങി ബില്ലെല്ലാം ഇട്ട് തിരിച്ച് മടങ്ങുമായിരുന്നു. പാലക്കാടിൻ്റെ നല്ല തണുപ്പും മഴയും കാറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ പാലക്കാടിലൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എനിക്ക് കുറച്ച് സ്നാക്സ് വാങ്ങാനുണ്ട്. സ്നാക്സ് എന്ന് പറഞ്ഞാൽ സുഗിയൻ, കുഴക്കട്ട, വട, ഇലയട അങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് ചുമയുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കോഫിയും കൂടെ ഓർഡർ ചെയ്തു. പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഇതെല്ലാം വാങ്ങി മടങ്ങുമായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് എൻ്റെ അമ്മ എനിക്ക് ചോറെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ്, കറി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഫിഷ് ഫ്രൈ വേണമെന്ന് ഭയങ്കര ആഗ്രഹം. നമ്മുടെ ചെന്നൈയിൽ കിട്ടാത്ത വിധത്തിലുള്ള നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത ഫിഷ് ഫ്രൈ അത് വേണമെന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് ജനകീയ ഹോട്ടലുണ്ടല്ലോ, അവിടെ നല്ല നാടൻ ഫിഷ് ഫ്രൈ കിട്ടും. അപ്പോൾ വിചാരിച്ചു അങ്ങോട്ടേക്ക് പോകാമെന്ന്. അവിടെ ജനകീയ ഹോട്ടലിൽ ഞാൻ എത്തി അകത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴോ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ഫിഷ് ഫ്രൈ നല്ല വടി പോലെ നിവർന്നിരിക്കുന്നുണ്ട്. ചെമ്പല്ലി, മാന്തൾ, മത്തി, കൊഴുവ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. മീൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹൗസ് ഫുള്ളായിരുന്നു ആ റെസ്റ്റോറൻറ്റിൽ. പിന്നെ കുറേ വെറൈറ്റീസ് ഓഫ് ചിക്കൻ കറി, മട്ടൻ കറി, മട്ടർ ലിവർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ മാന്തളും മത്തി ഫ്രൈയുമാണ് ഓർഡർ ചെയ്തത്. ഒരു പ്ലേറ്റിൽ 3 പീസാണ് ഉള്ളത്. മാന്തൾ 1 പീസും 2 മത്തി ഫ്രൈയും കൂടെ ചേർത്ത് 200 റുപ്പീസാണ് അവർ ചാർജ് ചെയ്തത്. മീൽസ് ഒന്നും ഞാൻ വാങ്ങിയില്ല, കാരണം ഓൾറെഡി അമ്മ കൂട്ടാനും ചോറും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫിഷ് ഫ്രൈയും കൂടെ ഒന്ന് ആഡ് ഓൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതും വാങ്ങിയിട്ട് വീട്ടിലേക്ക് മടങ്ങി. അപ്പോഴാണ് ദൂരേക്ക് നോക്കുമ്പോൾ മല കാണുന്നുണ്ടോ. ഈ മലയ്ക്കൊരു പേരുണ്ട് കേട്ടോ, ബാബുമല. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, അങ്ങനെ ഒരു പേര് അതിനുണ്ട്. കാരണം പണ്ടെപ്പോഴോ ഒരു ബാബു എന്ന് പറയുന്നൊരു പയ്യൻ അവിടെ പെട്ടുപോയ ഒരു ഹിസ്റ്ററി ഉണ്ട് ഈ മലയ്ക്ക്. അതുകൊണ്ട് എല്ലാവരും തമാശയായിട്ട് ബാബുമല എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ തെങ്ങും കാഴ്ചകളും എല്ലാം കണ്ടിങ്ങനെ പോകാൻ എന്ത് സുഖമാണെന്നറിയാം. നല്ല തണുപ്പും നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പതുക്കെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അമ്മ എനിക്ക് ഡാളും ചോറും ഉരുളക്കിഴങ്ങിൻ്റെ പൊരിയലെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാനൊരു കഷ്ണം മാന്തൾ ഫ്രൈയും ഒരു മത്തി ഫ്രൈയും കൂടെ ചേർത്തി ഒരു പിടി പിടിച്ചു. എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ചെന്നൈയിൽ ഈ ടേസ്റ്റ് എനിക്ക് കിട്ടാറേ ഇല്ല. അതിന് നമ്മുടെ നാട്ടിൽ തന്നെ വരണം ഈ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ഡേ അവസാനിച്ചു. തീർന്നില്ല, പാലട വരുന്നുണ്ട്. ഞാൻ ആ ബേക്കറിയിൽ നിന്ന് കുറച്ച് പാലട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഫിനിഷായത് ലഞ്ച്. അങ്ങനെ എൻ്റെ പാലക്കാട് ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ കൂടുതൽ വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.